തിരുവനന്തപുരം ആറ്റിങ്ങലിൽ കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നു. 4 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. 42 വിദ്യാർത്ഥികളായിരുന്നു ഇതിൽ ബസ്സിലുണ്ടായിരുന്നത്. അവർ പഠനയാത്രാ സംഘമായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ജിബിൻ JB വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, ഒരു അപകട വാർത്ത നമുക്ക് ആദ്യം തന്നെ സംസാരിക്കേണ്ടി വരികയാണ്. എവിടെ, കൃത്യം ഏത് സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്? ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ കാരണം? പൂജ, പുലർച്ചെ 3:30 കൂടിയാണ് ഈ ഒരു അപകടമുണ്ടാകുന്നത്. തൃശ്ശൂർ സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ അവർ രാത്രിയോട് കൂടി തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ച ഒരു യാത്രയാണ്. അവർക്ക് ഇന്ന് പുലർച്ചയോടുകൂടി വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തേണ്ടതുണ്ടായിരുന്നു. അവിടെ പഠന ആവശ്യവുമായി ബന്ധപ്പെട്ട് ആണ് ഈ ഒരു യാത്ര നടത്തിയത്. അതിനിടെ 3:30 കൂടിയാണ് ഈ കല്ലമ്പലത്തിന് സമീപത്ത് വെച്ച് അപകടം നടക്കുന്നത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റോഡിലൊക്കെ പണികൾ നടക്കുന്നതിൻ്റെ ഭാഗമായി ഡീവിയേഷൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഡ്രൈവർ ഉറങ്ങിപ്പോയത് കൊണ്ട് ശ്രദ്ധ തെറ്റി ഇതിൽ ഈ ഡീവിയേഷൻ എടുക്കാതെ സമീപത്തുള്ള വീട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. അപകടം നടക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 42 പേരാണ് ഈ ഒരു ടൂറിസ്റ്റ് ബസ്സിന്റെ അകത്തുണ്ടായിരുന്നത്. ഇതിൽ 4 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതിൽ ആദ്യം ഒരാളുടെ നിലയാണ് ഗുരുതരമെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ നോയൽ, രണ്ടാമത് വിദ്യാർത്ഥിയായ ക്രിസ്റ്റോ. അങ്ങനെ 2 പേരുടെ നില ഇപ്പോൾ അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇവരെ 2 പേരെയും ഇപ്പോൾ ജില്ലാ അതിർത്തിയാണ്. അതുകൊണ്ട് തന്നെ കൊല്ലത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഈ 2 പേരെയും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റുള്ള വിദ്യാർത്ഥി, അതായത് ഈ പരിക്കേറ്റ 12 വിദ്യാർത്ഥികളെ ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റവരും മറ്റ് സാരമായി പരിക്കേറ്റ 12 വിദ്യാർത്ഥികളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് അവർക്ക് വേണ്ട പ്രാഥമിക ചികിത്സയും നൽകിയിട്ടുണ്ട്. എന്തായാലും അതിദാരുണമായ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ, അതായത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണികൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കല്ലമ്പലം, നാവായിക്കുളം കല്ലമ്പലം ഭാഗം എന്ന് പറയുന്നത്. ജില്ലാ അതിർത്തി കൂടിയാണ്. ഇവിടെ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ പോലെ ഏറെ നാളായി പണികൾ നടക്കുകയാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും ഡീവിയേഷൻ ബോർഡ് കൃത്യമായി വെച്ചിട്ടുണ്ട്. അതായത് വലത്തേക്ക് തിരിക്കുന്നതിനും പിന്നീട് ഈ ബൈ റോഡിൽ കയറിയതിനു ശേഷം വീണ്ടും തിരികെ ദേശീയപാതയിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടൊക്കെ ബോർഡെല്ലാം കൃത്യമായി വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ വെച്ച് ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയത് കൊണ്ട് ഇത് ഈ ശ്രദ്ധ തെറ്റി വാഹനം സമീപത്തുള്ള വീട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനം. എന്തായാലും 2 പേരുടെ നില ഇപ്പോൾ അതീവ ഗുരുതരമായി തുടരുകയാണ്. അവരുടെയൊക്കെ ആരോഗ്യനിലയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാര്യം അവരുടെ അടുത്ത് ചോദിച്ചറിഞ്ഞിട്ടുണ്ടോ? അവരിതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടായിരുന്നോ? പൂജ, നിലവിൽ അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. കാരണം ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ആദ്യമായി ഇവർക്ക് വൈദ്യസഹായം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്. ഡ്രൈവറും സഹായിയും എല്ലാം പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. അവരെല്ലാം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. ഇവർക്ക് ഗുരുതര പരിക്കേറ്റില്ല. പക്ഷേ ഈ വിദ്യാർത്ഥികൾ, അതായത് പുലർച്ചെ 3:30 കൂടിയാണ് അപകടം. അപ്പോൾ ഈ അപകടം നടക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളും കൂടെ ഉണ്ടായിരുന്ന അധ്യാപകരും ഒക്കെ ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു ആഘാതം ഉണ്ടായത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ, അതായത് ഒരു വീട്ടിലേക്ക് ഇടിച്ചു കയറിയ ടൂറിസ്റ്റ് ബസ് തലകീഴായി മറിയുകയായിരുന്നു. ഇതിലകപ്പെട്ടാണ് വിദ്യാർത്ഥികളിൽ ഏറെ പേർക്ക് പരിക്കേറ്റ. അതിൽ 12 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 4 പേർക്കാണ് സാരമായി പരിക്കുള്ളത്. അതിൽ 2 പേരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. അതിൽ 2 പേർക്ക് ഈ ബസ് മറിഞ്ഞു, ബസ്സിന്റെ സൈഡ് സീറ്റിൽ ഇരുന്ന 2 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ 2 പേർക്കും കമ്പി തുളച്ച് കയറിയുള്ള പരിക്കാണ് കൂടുതലായി ഉണ്ടായിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇവർ 2 പേരും ഇപ്പോൾ ഈ കൊല്ലത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ, ജില്ലാ അതിർത്തിയിൽ തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇവർ 2 പേരും ICUവിൽ ചികിത്സയിലാണ്. മറ്റുള്ളവരെല്ലാം തന്നെ, അതായത് ഈ ഡ്രൈവർ, സഹായി, വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് വിദ്യാർത്ഥികൾ, അധ്യാപകർ എല്ലാവരും അവർക്ക് കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് വൈദ്യസഹായം ഉറപ്പാക്കിയിട്ടുണ്ട്. പൂജ, ശരി. ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഇങ്ങനെയാണ് അപകടം അവിടെ നടന്നിരിക്കുന്നത്. തിരുവനന്തപുരം നാവായിക്കുളത്താണ് ഈ അപകടമുണ്ടാകുന്നത്. ആറ്റിങ്ങൽ സമീപം അവർ സഞ്ചരിച്ച ബസ് മറിഞ്ഞാണ് അപകടമുണ്ടായത്. 4 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. ഒരാളുടെ നില ഗുരുതരമാണ്, ചികിത്സയിൽ തുടരുകയാണ്. അപ്പോൾ പഠനയാത്രാ സംഘമായിരുന്നു, വിഴിഞ്ഞം ഭാഗത്തേക്കൊക്കെ വരുന്നവരാണ്. അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടവും സംഭവിച്ചത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് കാരണമെന്നാണ് പറയുന്നത്. ജിബിൻ JB ആണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്.